Hi all, we enter into the study of the Tudor period. I plan to divide this whole module regarding the Tudor period, of course this module stretches to the Stuarts also, into different sub-points. The first sub-point or the first sub-unit, I'd call it, 4 കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. Number 1, establishment of the Tudor dynasty, focusing on Henry VII. Second point, the Renaissance. The third is something new called the humanism. And the fourth will be scientific inventions and geographical discoveries. In this video, let me take you to concentrate on the first point, establishment of the Tudor dynasty, advent of the modern age, with Henry VII as a monarch of England. Henry VII came into power in 1485. Wars of the Roses'ന്റെ അവസാനം കുറിച്ചുകൊണ്ടുള്ള ബാറ്റിൽ ഓഫ് ബോസ്വർത്ത്. That is how he established his claim. And we have a new king on the throne from a new family. And what is the situation in the backdrop? ഇംഗ്ലണ്ടിൻ്റെ അവസ്ഥ എന്താണ്? The situation of England at the time of Henry's accession, 3 points can be seen there. Feudal anarchy, internal strife, and decline of the noble houses. Feudal anarchy, നമുക്കറിയാം ഇത് മെഡീവൽ പീരീഡിൻ്റെ അവസാനമാണ്. പല നോബിൾ ഫാമിലീസ് അവർ വളരെ പ്രതാപത്തിൽ അവരുടേതായ നിയമങ്ങൾ വെച്ചുകൊണ്ട് രാജാവിന് പോലും നിയന്ത്രിക്കാനാവാത്ത വിധത്തിൽ ചെറിയ ചെറിയ സ്ഥലങ്ങളെ അടിച്ചമർത്തി നിൽക്കുകയാണ്. ഇറ്റ് ഈസ് എ ടൈം ഓഫ് അനാർക്കി. ദെൻ ദർ ഇസ് ദി ഇൻറ്റേർണൽ സ്ട്രൈഫ്. കുടുംബങ്ങൾ തമ്മിൽ, പ്രത്യേകിച്ച് നോബിൾ ഫാമിലീസ് തമ്മിലുള്ള പ്രശ്നങ്ങൾ, രാജ്യത്തിനകത്ത് തന്നെ ഭിന്നസ്വരങ്ങൾ ഉണ്ടാകുന്നു. ആൻഡ് ദർ ഇസ് ദ ഡിക്ലൈൻ ഓഫ് ദ നോബിൾ ഫാമിലീസ്. വാർസ് ഓഫ് ദ റോസസ് കൊണ്ട് പ്രബലമായ 2 കുടുംബങ്ങൾ, അവരെ സപ്പോർട്ട് ചെയ്ത ഫാമിലീസ്, ആ ഒരു ഡിക്ലൈൻ അവിടെ ഉണ്ടാകുന്നു. സോ ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഹെൻറി VII അധികാരത്തിലേക്ക് വരുന്നത്. ഹെൻറി ട്യൂഡർ ബിക്കംസ് കിങ് ആസ് ഹെൻറി VII. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ സാധാരണ ഒരു രീതിയിൽ ഒരു രാജാവ് പുതുതായിട്ട് വരുന്നത് ആ രാജകുടുംബത്തിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും. നേരത്തെ ഉണ്ടായിരുന്ന രാജാവിൻ്റെ മകനോ ചെറുമകനോ സഹോദരനോ ഒക്കെയാണ് പൊതുവെ ഇംഗ്ലണ്ടിൽ രാജാക്കന്മാരാകുന്നത്. ബട്ട് നൗ ഹിയർ കംസ് സമൺ ഹു ഈസ് നോട്ട് ഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് ദ റോയൽ ഫാമിലി. അപ്പോൾ ഇദ്ദേഹത്തിന് രാജാവാകാനുള്ള അവകാശമുണ്ടോ? അങ്ങനൊരു ചിന്ത മറ്റുള്ളവരിലുണ്ടായി. അതേക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ കാണുന്നു. പക്ഷേ ഹെൻറി തന്നെ കോൺഫിഡൻ്റ് ആക്കിയ 4 കാര്യങ്ങളുണ്ട്. ദ 4-fold ക്ലെയിം ഓഫ് ഹെൻറി VII. ഒന്ന്, ഏതൊരു രാജാവിനെയും പോലെ യുദ്ധത്തിൽ ജയിച്ചയാളാണ്. സോ നാച്ചുറലി ഹി ഹാസ് ടു റൂൾ. ഹീസ് ദ കോൺഗ്രർ. ഹി ഡിഫീറ്റഡ് റിച്ചാർഡ് III. സെക്കൻഡ്ലി, റിച്ചാർഡ് III കൊന്നു എന്നതുകൊണ്ട് മാത്രം രാജാവായതല്ല. യോർക്സും ലങ്കാസ്ട്രിയൻസും എല്ലാം യോജിച്ച് ദ പാർലമെൻറ്റ് ആൻഡ് ദ പീപ്പിൾ ദേ ഹാവ് ചോസൺ ഹിം. അവരുടെ സപ്പോർട്ടുണ്ട്. Then he had the blessings of the Pope and also the Church. യൂറോപ്പിൽ ആ കാലത്ത് ഒരു ഭരണാധികാരിക്ക് വളരെ ആവശ്യമുള്ള ഘടകമാണത്. Then, though indirectly he had a blood claim, he can claim to be a descendant of John of Gaunt. പിന്നെ മറ്റ് ചില അഡ്വാൻറ്റേജസ്, he had the natural abilities as a soldier. And he favored peace than war. അതുകൊണ്ടാണ് ദ വാർസ് ഓഫ് ദ റോസസ് എൻഡ് ചെയ്യാനായിട്ട് he personally entered into a marital relation. അപ്പോൾ ഇതാണ് ഹെൻറി രാജാവാകുമ്പോഴത്തെ ഒരു പശ്ചാത്തലം. എന്നാൽ രാജാവായി കഴിഞ്ഞ് ഹെൻറി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ടു എസ്റ്റാബ്ലിഷ് ഹിസ് കിങ്ഡം. ദാറ്റ് വി സി ആസ് ദ മെഷേഴ്സ് ഓഫ് ഹെൻറി VII. 5 കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. He established a strong and efficient government. വളരെ സ്ട്രിക്റ്റ് മെഷേഴ്സ് എടുത്തു. Secondly, he brought in a prosperity of
trade and commerce. The third point, there is a new aristocracy, the rising middle class. We'll discuss this in detail. Then there's a development of the cloth industry and a situation of peace favoring economic development. ഇതെല്ലാം ഹെൻറി എടുത്ത മെഷേഴ്സാണ്. ഇതിൽ കൂടെ ഇംഗ്ലണ്ട് ഒരു പുതിയ ഫേസിലേക്ക് കടക്കുകയാണ്. വി ഓൾറെഡി മെൻഷൻഡ്, ഹെൻറി അധികാരത്തിൽ വരുന്നത് ചിലർക്ക് മുറുമുറുപ്പൊക്കെ ഉണ്ടാക്കും. ആൻഡ് ദർ വർ ദി ഏർലിയർ റിബല്യൻസ്. ഒന്ന്, യോർക്സ്, അവരുടെ ഒരു ഭാഗം ദേ മെയിൻറ്റെയിൻഡ് എ ക്ലെയിം. എഡ്വേർഡ് ദ ഫോർത്ത് ആയിരുന്നു രാജാവ്. അദ്ദേഹം കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മക്കൾ കൊല്ലപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ബ്രദർ റിച്ചാർഡ് ദ തേർഡ് രാജാവായി. ഇതെല്ലാം കഴിഞ്ഞ് ഹെൻറി രാജാവായപ്പോൾ എഡ്വേർഡ് ദ ഫോർത്തിൻ്റെ സിസ്റ്റർ ദ ഡച്ചസ് ഓഫ് ബർഗണ്ടി, അവരുടെ പ്രേരണയാൽ ദ യോർക്സ് എഗെയിൻ ബ്രോട്ട് ഇൻ എ ക്ലെയിം ടു ദ ത്രോൺ. ഹെൻറി അല്ല രാജാവാകേണ്ടത്, യോർക്സിൽ നിന്നൊരാൾ രാജാവാകണമെന്നൊരു ക്ലെയിം അവർ കൊണ്ടുവന്നു. അതുപോലെ തന്നെ രസകരമായ പ്രത്യേകതയുള്ളൊരു കാര്യമാണ് ടു പ്രിറ്റൻഡേഴ്സ്. രണ്ടുപേര് മറ്റാരോ ആണെന്ന് പ്രിറ്റൻഡ് ചെയ്യുന്നു. ഒന്ന്, ലാംബർട്ട് സിംനൽ. ഹീ പ്രിറ്റൻസ് ദാറ്റ് ഹീ ഈസ് ദി ഏൾ ഓഫ് വാർവിക് ഹു എസ്കേപ്ഡ് ഫ്രം ദ ടവർ ഓഫ് ലണ്ടൻ. അപ്പം അന്ന് ടവർ ഓഫ് ലണ്ടനിൽ അടയ്ക്കപ്പെട്ട ഒരാൾ മിക്കവാറും അവിടെ വെച്ച് മരിക്കുകയാണ്. ഇദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ട ആളാണെന്ന് പറയുന്നു. അന്ന് മീഡിയയും ഒന്നുമില്ല. അപ്പം ടവർ ഓഫ് ലണ്ടനിൽ അടയ്ക്കപ്പെട്ട ആളും ഇദ്ദേഹം ഒന്നാണോ അല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. സോ ഇദ്ദേഹം അങ്ങനെ പ്രിട്ടൻഡ് ചെയ്യുന്നു. ആൻഡ് അതിനെക്കാട്ടിൽ വലിയ ഒരാളാണ് പെർക്കിൻ വോബെക്ക്. യുൽ റിമെമ്പർ എഡ്വേർഡ് ദ ഫോർത്ത് ഹാഡ് 2 sons and they were killed by their uncle. പെർക്കിൻ വാബെക്ക് പറയുന്നത്, ഐ ആം ദ യങ്ങർ സൺ, ഐ എസ്കേപ്ഡ് ഫ്രം ദ ടവർ. എനിവേ, ഹെൻറി VII വാസ് വെരി സക്സസ്ഫുൾ ഇൻ പുട്ടിംഗ് ഡൗൺ ദ റിബല്യൻ ആൻഡ് ഓൾസോ എക്സ്പോസിങ് ദീസ് 2 പ്രിറ്റൻഡേഴ്സ്. അടുത്ത ഒരു പോയിന്റ് നേരത്തെ ഒന്ന് സൂചിപ്പിച്ച കാര്യമാണ്. എൻഡ് ഓഫ് ദ ഫ്യൂഡൽ സൊസൈറ്റി ആൻഡ് റൈസ് ഓഫ് ദ മിഡിൽ ക്ലാസ്. ഫ്യൂഡൽ സൊസൈറ്റി, ഫ്യൂഡൽ ലോർഡ്സ് അധികാരവും സ്ഥലവുമൊക്കെ കയ്യിൽ വെച്ചുകൊണ്ട് തങ്ങളുടേതായ രീതിയിൽ ഭരണം നടത്തുന്ന ആൾക്കാരാണ്. ദ വാർസ് ഓഫ് ദ റോസസ് വാസ് എ ഡെത്ത് നെൽ, ഒരു മരണമണിയായിരുന്നു ടു ദ ഫ്യൂഡൽ സൊസൈറ്റി. ആൻഡ് ഹെൻറി ഡിഡ്ന്റ് വാണ്ട് എ പവർഫുൾ ഫ്യൂഡൽ സൊസൈറ്റി ബിക്കോസ് ഹി ഹാഡ് ദി എക്സ്പീരിയൻസ്. ഈ ഫ്യൂഡൽ സൊസൈറ്റിയാണ് വാർസ് ഓഫ് ദ റോസസ് ഉണ്ടാക്കിയത്. ഇറ്റ് കൻ ഓൾവേസ് കോസ് എ സിവിൽ വാർ. സോ ഹെൻറി ഡിഡ്ന്റ് എൻകറേജ് ദാറ്റ്. അതിന് ഹെൻറി കണ്ടുപിടിച്ച ഒരു മറുമരുന്നാണ് ഹി എൻകറേജ്ഡ് ദ മിഡിൽ ക്ലാസ്. വലിയ ഫാമിലി ട്രഡീഷൻസോ ബാക്ക്ഗ്രൗണ്ടോ ഒന്നുമില്ലാത്ത ആൾക്കാരാണ് മിഡിൽ ക്ലാസ്. വളരെ ദാരിദ്ര്യത്തിലൊന്നും കഴിയുന്നവരല്ല. അവർ ട്രേഡും കോമേഴ്സും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നവരാണ്. ആ ഒരു ക്ലാസ്സിനെ ഹെൻറി പേട്രണൈസ് ചെയ്തു. ഈവൻ ദി ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി, ആർച്ച് ബിഷപ്പ് മോർട്ടൺ ഈ മിഡിൽ ക്ലാസ് നിന്നുള്ളതാണ്. സാധാരണ കാൻറ്റർബറി ആർച്ച് ബിഷപ്സ് എല്ലാം ലോർഡ് ഫാമിലീസിൽ നിന്നുള്ളവരാണ്. The king appointed 2 lieutenants, Empson and Dudley. They were lawyers. They also came from the common stock, the middle class. അപ്പോൾ എന്താണ് ഈ മിഡിൽ ക്ലാസ്സിനെ എൻകറേജ് ചെയ്തുകൊണ്ടുള്ള ഗുണം? വാർസ് ഓഫ് ദ റോസസിൻ്റെ സമയത്ത് ദ മിഡിൽ ക്ലാസ് ഹാഡ് ദ ഡിഫിക്കൽട്ടി ബിക്കോസ് ദർ ഇസ് നോ ട്രേഡ്. യുദ്ധമുള്ള ഒരു രാജ്യത്തിലേക്ക് വ്യവസായങ്ങൾ കൊണ്ടുവരുവാൻ, കച്ചവടം കൊണ്ടുവരാനൊക്കെ ആർക്കും താല്പര്യമുണ്ടാവില്ല. എപ്പോഴാണ് ബുദ്ധിമുട്ടുന്നതെന്ന് അറിയത്തില്ല. സോ ദേ വാണ്ടഡ് പീസ്. അത് കൊടുക്കാൻ ഹെൻറി വാസ് അവൈലബിൾ. ഓൺ ദി അതർ സൈഡ്, ആസ് എ കിങ് ഹെൻറി വിൽ വാണ്ട് മണി. മിക്കവാറും അത് പാർലമെൻറ്റാണ് സാങ്ഷൻ ചെയ്യുന്നത്. ബട്ട് നൗ വിത്ത് ദ മിഡിൽ ക്ലാസ് അണ്ടർ ഹിസ് ഫേവർ ആൻഡ് വെരി ലോയൽ ടു ദ കിങ്, he could they granted his request for money. അടുത്തൊരു പോയിന്റ്, മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ. ഹെൻറി ആദ്യം ചെയ്ത കാര്യങ്ങൾ, he brought in a strong and efficient government, then encouraged the middle class. Now ഈ സ്ട്രോങ് ആൻഡ് എഫിഷ്യൻറ്റ് ഗവൺമെൻറ് കൊണ്ടുവന്നതിനെ കുറിച്ചൊരു പോയിൻ്റാണ്. ഇംഗ്ലണ്ടിൽ
നേരത്തെ തന്നെ പല രാജാക്കന്മാരും പല നിയമങ്ങളുമൊക്കെ ഉണ്ട്. ഹെൻറി വന്ന് കുറേ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പായി he put to force all earlier laws and he established the court of the Star Chamber. അത് ബാരൻസിനെ നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടിയാണ്. ഒരു പ്രത്യേക കോടതി, അല്ലെങ്കിൽ കോടതി കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ കോടതി രീതിയല്ല, ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു കൗൺസിൽ. Then he brought in the livery and maintenance law. ലിവറി എന്ന് പറഞ്ഞാൽ ഒരു പാറ്റേൺഡ് ഡ്രസ്സ്, ഒഫീഷ്യൽ ഡ്രസ്സിനൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഫ്യൂഡൽ ലോർഡ്സിന് ഒരു രീതി ഉണ്ടായിരുന്നു. അവരുടേതായ ഒരു ചെറിയ സൈന്യത്തെ കൂടെ നിർത്തും. അവർക്ക് പ്രത്യേക യൂണിഫോമൊക്കെ കാണും. അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇവരാണ്. അപ്പോൾ രാജാവിന് ഒരു സൈന്യത്തിൻ്റെ ആവശ്യമുള്ളപ്പോൾ ഈ ഫ്യൂഡൽ ലോർഡ്സ് ഈ ആൾക്കാരെ വിട്ടുകൊടുക്കും. പകരം രാജാവിൽ നിന്ന് വലിയ വലിയ കാര്യങ്ങളായിരിക്കും അവർ ചോദിക്കുന്നത്. Henry VII enforced the livery and maintenance law whereby no nobleman, no lord can keep a private army with uniform. തെറ്റ് ചെയ്യുന്ന, നിയമം അനുസരിക്കാത്ത ബാരൻസ്, നോബിൾ ക്ലാസ്സിലെ ഒരു ഗ്രൂപ്പാണ്. ഈ ലാൻഡൊക്കെ അവരുടെ കീഴിലാണ്. They were punished in two ways. Punishment is the giving of a heavy fine. ഇതിൻ്റെ ഒരു ഗുണം, രണ്ട് ഗുണങ്ങളാണ്. ഒന്ന്, the king had his treasury full and there was no need to request the parliament for money. പക്ഷെ പ്രധാനമായിട്ടുള്ള കാര്യം, ഈ ബാരൻസ് ഇതോടെ ദാരിദ്ര്യത്തിലായി. പണമുണ്ടെങ്കിലേ അവർക്കൊരു യുദ്ധത്തിന് അല്ലെങ്കിൽ ഒരു വഴക്കിനൊക്കെ ഇറങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. So through many such measures, the time of Henry, England is established as a commercial, colonial and naval power, and there is economic and political stability. രണ്ട് ഇൻഡസ്ട്രീസാണ് എൻകറേജ് ചെയ്യുന്നത്. ഒന്ന് ക്ലോത്ത് മേക്കിംഗ്, സെക്കൻഡ്ലി ഷിപ്പിംഗ്. 1485 തന്നെ he brought in the Navigation Act, whereby English ships alone or ships manned by English sailors alone can bring in imports. അത് ഇംഗ്ലണ്ടിൻ്റെ എക്കണോമിയെയും ഇംഗ്ലണ്ടിൻ്റെ ഒരു സ്പിരിറ്റിനെയും ബൂസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. Then he brought in commercial treaties with other European countries like Italy. ഈ ഒരു സ്റ്റെപ്പാണ് അൾട്ടിമേറ്റ്ലി ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാരെ കൊണ്ടുവന്നതും ഒരു കൊളോണിയൽ പവറായിട്ട് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇടയായത്. ആൻഡ് ഹി ഓൾസോ എസ്റ്റാബ്ലിഷ്ഡ് ദ ഇംഗ്ലീഷ് നേവി. ദ ഇംഗ്ലീഷ് നേവി വാസ് ഡെവലപ്ഡ്. ഇംഗ്ലീഷ് sailors, they were good soldiers. So a naval power was developed. To explain one point in a detailed way, there is a development of the wool trade. Already പറഞ്ഞതാണ്. ഇംഗ്ലണ്ട് പൊതുവെ ഒരു അഗ്രേറിയൻ, അഗ്രികൾച്ചറൽ രാജ്യമാണ്. വളരെയേറെ രാജ്യങ്ങൾ കൃഷി ചെയ്യാനായിട്ടുണ്ട്. ബട്ട് ഹെൻറി കൺവേർട്ടഡ് ദീസ് അഗ്രികൾച്ചറൽ ലാൻഡ് ഇൻ ടു പ്ലേസസ് ഫോർ ഷീപ്പ് ഫാമിംഗ്. ഇത് വലിയൊരു പ്രശ്നമുണ്ടാക്കും. ഒരു സ്ഥലത്ത് കൃഷി ചെയ്യാനായിട്ട് 10 പേരെ വേണമെങ്കിൽ അവിടെ ആളുകളെ നോക്കാൻ ഒരാൾ മതി. സോ ദിസ് ക്രിയേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ്. പക്ഷേ രാജാവിനോട് എതിർത്ത് പറയാൻ ആർക്കും ധൈര്യമില്ല. കാരണം രാജാവ് ഒത്തിരി നാൾ കൂടി വന്ന നല്ല മെഷേഴ്സ് കൊണ്ടുവരുന്ന, രാജ്യത്തെ പീസ് കൊണ്ടുവരുന്ന ഒരാളാണ്. ആൻഡ് ഹി വാസ് സ്ട്രോങ്. ദെൻ ദ ഫ്രീ മാർക്കറ്റ് ഫോർ ഇംഗ്ലീഷ് ക്ലോത്ത് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഫ്ലാൻഡേഴ്സ്. ഹെൻറി ബിലീവ് ദാറ്റ് ഹി ഷുഡ് ബി എൻ എക്സ്പോർട്ടർ വിത്ത് ലെസ് ഇമ്പോർട്ട്. രാജ്യത്തിൻ്റെ എക്കോണമി അങ്ങനെയാണ് ബൂസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദർ വർ ലോസ് ടു എൻകറേജ് ഹോം ഇൻഡസ്ട്രീസ് ആൻഡ് ചെക്ക് ഫോറിൻ കോമ്പറ്റീഷൻ. So this is the situation of England. ഹെൻറിയുടെ കാലത്തെ ഒരു പ്രത്യേകത, ദർ ഇസ് അൺബ്രോക്കൺ പീസ്. വെൽസിൽ നിന്ന് പ്രശ്നമില്ല, കാരണം ഇദ്ദേഹം വെൽഷാണ്. ആൻഡ് ദേ വർ പ്രൗഡ് ഓഫ് ദ കിങ്സ് വെൽഷ് ബാക്ക്ഗ്രൗണ്ട്. സ്കോട്ട്ലൻഡ്. ഹെൻറീസ് ഡോട്ടർ മാർഗരറ്റ് ഇസ് മാരീഡ് ടു ജെയിംസ് ദ ഫോർത്ത് ഓഫ് സ്കോട്ട്ലൻഡ്. അങ്ങനെ സ്കോട്ട്ലൻഡിൽ നിന്ന് പ്രശ്നമില്ലാതെയായി. ഈ വിവാഹം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ പിന്നീട് സ്വാധീനിച്ച ഒരു വിവാഹമാണിത്.
യു ആർ ഓൾറെഡി ഇൻട്രൊഡ്യൂസ്ഡ് ടു ദ സ്റ്റുവാർട്ട്സ്. ഇംഗ്ലണ്ടിൽ ഭരിക്കാനായിട്ട് ആളില്ലാതെ ആയപ്പോൾ അവരുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സായിട്ട് കാണുന്നത് സ്റ്റുവാർട്ട്സിനെയാണ്. ആ ബന്ധം തുടങ്ങുന്നത് ഇവിടെയാണ്. അയർലൻഡ് എപ്പോഴും വഴക്കുണ്ടാക്കുന്നവരാണ്. ഹെൻറിയുടെ ഒരു ഡെപ്യൂട്ടി ഡിപ്ലോമാറ്റ് സർ എഡ്വേർഡ് പോയിനിങ്സ് അദ്ദേഹത്തോട് പറഞ്ഞ് അയർലൻഡിൽ പോയി നിൽക്കുക, അയർലൻഡിൻ്റെ കാര്യങ്ങൾ വിത്ത് ആൻ അയൺ ഹാൻഡ് ഹി കൺട്രോൾഡ് അയർലൻഡ്. And laws were passed so as to make Irish laws valid only if approved by the English king. അങ്ങനെ അയർലൻഡിനെ കൺട്രോൾ ചെയ്തു. ഇത് ബ്രിട്ടീഷ് ഐൽസിനകത്ത് വെൽസ്, സ്കോട്ട്ലൻഡ്, അയർലൻഡിനെ കുറിച്ചൊക്കെയാണ്. ഫോറിൻ രാജ്യങ്ങൾ എങ്ങനെയാണ്? ഹി ഹാഡ് നോ ആംബിഷൻ ടു ഗോ ഓൺ എ ഫൈറ്റ്. പക്ഷെ ഒരിക്കൽ ഫ്രാൻസിനെ അറ്റാക്ക് ചെയ്തു. കാരണം ബ്രിട്ടനി എന്ന് പറയുന്ന സ്ഥലം ഫ്രാൻസ് കൈവച്ചപ്പോൾ ഫ്രാൻസിനെ അറ്റാക്ക് ചെയ്ത് ആൻഡ് ഫ്രാൻസ് സെറ്റിൽഡ് ദി ഇഷ്യൂ ബൈ പേയിങ് മണി. ഹെൻറിയുടെ ഭരണത്തിൻ്റെ ഇഫക്ട്സ്, ഒന്ന്, ദർ ഇസ് പീസ്. ഇംഗ്ലണ്ട് ബാഡ്ലി നീഡഡ് ദാറ്റ് പീസ് ആഫ്റ്റർ ദ വാർസ് ഓഫ് ദ റൂസസ്. ഹി എൻകറേജ് ട്രേഡ് ആൻഡ് കോമേഴ്സ്. പീസ്ഫുള്ളായിട്ടുള്ള രാജ്യത്ത് മാത്രമാണല്ലോ ട്രേഡ് എൻകറേജ് ചെയ്യാൻ പറ്റുക. ദെൻ ബ്രിങ്ങിങ് അപ്പ് ദ മെർച്ചൻ്റ് നേവി, ഈസി മൂവ്മെൻറ്റ് ഫോർ ഗുഡ്സ് ആൻഡ് മെറ്റീരിയൽ. And England was recognized as a strong country by other countries. മറ്റൊന്ന്, the royal marriages. We have already mentioned that. Margaret is married to James, there's a correction. It's James the IV of Scotland. Then മറ്റൊരു മാരേജ് കുറച്ചുകൂടെ പ്രത്യേകതയുള്ളത്, ഇത് വളരെ ചരിത്രത്തെ സ്വാധീനിച്ചതാണ്. Henry's first son, Prince Arthur, was married to Princess Catherine of Spain. പക്ഷേ ആർതറിന് അധികം നാൾ ജീവിക്കാനായിട്ട് സാധിച്ചില്ല. ഹി വാസ് അൺഹെൽത്തി. ആർതർ ഡൈസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിധവയായ ചെറുപ്പക്കാരിയായ ആ രാജകുമാരിയെ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് വിടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഹെൻറിക്ക് അതിന് താല്പര്യമില്ലായിരുന്നു. വൈ? Because if she is sent back, she will have to take away the dowry she brought in. അപ്പോൾ വളരെ കീനായിട്ട് ചിന്തിച്ചുകൊണ്ട് ഹെൻറി എന്ത് ചെയ്തു? ഹി മെയ്ഡ് ഹെൻറി ഹിസ് സൺ, സെക്കൻഡ് സൺ, അദ്ദേഹത്തിൻ്റെ പേരും ഹെൻറി എന്ന് തന്നെയാണ്, ടു മാരി കാതറിൻ സോ ദാറ്റ് ഹെർ ഡൗറി വിൽ ബി സേഫ് ഇൻ ഇംഗ്ലണ്ട്. സോ വളരെ കുശാഗ്രബുദ്ധിയുള്ള ഒരു രാജാവ്, അതാണ് ഹെൻറി VII, the first Tudor monarch who brought a new life and new patterns of administration in England. Thank you.